നമുക്ക് പെട്ടെന്നൊരു കോഫി ഉണ്ടാക്കിയാലോ? ഇതെന്താ പതിവില്ലാണ്ട് കോഫി വെച്ച് തുടങ്ങിയെന്നല്ലേ? നമുക്കിന്നൊരു ജേണൽ ചെയ്യാം, അതും കോഫി തീമിൽ. ഈ കോഫിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. കാരണം എങ്ങനെ തന്നാലും എപ്പോൾ തന്നാലും കോഫിയാണെങ്കിൽ ഞാൻ കുടിക്കും. എൻ്റെ കേസിൽ രാവിലെ ആണെങ്കിൽ ചൂടുള്ള കോഫി, രാത്രിയാണെങ്കിൽ തണുത്ത കോഫി, അതായത് ഐസ്ഡ് കോഫി. ഇനി രാത്രിയൊക്കെ ആരെങ്കിലും കോഫി കുടിക്കുമോ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഞാൻ കുടിക്കാറുണ്ട്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഏകദേശം രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷമാണ്. എന്തിനാണ് ഈ രാത്രി കോഫി കുടിക്കണതെന്ന് ചോദിച്ചാൽ അതിനെനിക്കൊരു ഉത്തരവില്ല, ഒരു രസം, അത്രേ ഉള്ളൂ. എല്ലാവരും പറയാറില്ലേ വൈകുന്നേരത്തിന് ശേഷം കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം പോകുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഏത് പാതിരാത്രി ഒരു ഗ്ലാസ് കോഫി കുടിച്ചിട്ട് പോയി കിടന്നാലും സുഖമായി ഞാൻ ഉറങ്ങും. അതെന്താണാവോ? ഇനി കുടിച്ച് ശരീരത്തെ ഏൽക്കാതായതാണോ ആവോ? എന്താണെങ്കിലും ഈ ശീലം അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപാട് എമൗണ്ട് ഓഫ് കോഫി ഇൻടേക്ക് നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന കോഫിയുടെ എമൗണ്ട് ലിമിറ്റ് ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ രാത്രി കോഫി കുടിക്കണതിൻ്റെ നെഗറ്റീവ്സിനെ പറ്റിയൊന്നും ഞാൻ അങ്ങനെ എവിടെയും കേട്ടിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയിട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ പറഞ്ഞതാണ് നമ്മുടെ ജേണൽ പകുതി വഴിക്കെത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ? ഈ ജേണലിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ കളേർഡ് വിൻറ്റേജ് പേപ്പറില്ലേ, ഡൈപ്പ് എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ, ആ പേപ്പർ ഞാൻ തന്നെ കോഫി ഡൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പറാണേ. ഇപ്പോഴല്ല, ഒരുപാട് മുമ്പ് കൊറോണയുടെയൊക്കെ സമയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പറായിരുന്നു. ആ നടുക്ക് ഒട്ടിച്ചിട്ടുള്ള പീസ് നമ്മുടെ ഈ നോർമൽ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പേപ്പർ ബാഗില്ലേ, ആ പേപ്പർ ബാഗിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കോഫിയെക്കുറിച്ചും ഇപ്പോൾ ചെയ്ത ജേണൽ പേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി.